പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണന്റെയും അവന്റെ മാമയുടെയും കഥയാണ്. കഥ ആരംഭിക്കാം. കണ്ണന് 10 വയസ്സുള്ളപ്പോഴാണ് ഒരു കാർ ആക്സിഡന്റിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് അവൻ മാത്രം രക്ഷപ്പെട്ടു. അപ്പോഴാണ് മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അവന്റെ മാമനും മാമിയും അവന്റെ സംരക്ഷണം ഏറ്റെടുത്തത്. മക്കളില്ലാത്ത അവന്റെ മാമൻ മാധവനും മാമി മീരയും കൂടി കണ്ണനെ സ്വന്തം മകനെ പോലെ പഠിപ്പിച്ചു വളർത്തി. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. ഇപ്പോൾ കണ്ണൻ 20 വയസ്സായി. മാമന് 45 വയസ്സും മാമിക്ക് 38 വയസ്സുമാണ് പ്രായം. മാമിയെ കണ്ടാൽ നല്ല വെളുത്തു തടിച്ച ശരീരപ്രകൃതമാണ്. മുന്നഴകും പിന്നഴകും മാമിക്ക് സ്വല്പം കൂടുതലാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യധാമത്തെ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നുപോകും. പക്ഷെ ഒരിക്കൽ പോലും കണ്ണൻ മാമിയെ മോശമായ കണ്ണുകളിലൂടെ കണ്ടിരുന്നില്ല. മാമൻ ഗൾഫിലാണ്. 2 വർഷം കൂടിയിരുന്നാണ് മാമൻ ഗൾഫിൽ നിന്ന് വരുന്നത്. 2 മാസത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകും. അതാണ് പതിവ്. പിന്നെ ഒരു ബന്ധു എന്ന് പറയുന്നത് മാമിയുടെ മുറച്ചെറുക്കൻ ദാമുവാണ്. അങ്ങേരൊരു നിരാശാകാമുകനായിട്ട് ജീവിതം സന്യസിച്ചു തീർക്കുന്നു. എപ്പോഴും തീർത്ഥാടനമാണ്. താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി ശരിക്കും ഒരു സന്യാസി തന്നെ. വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ വരും. വന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ. പിന്നെ 1 മാസം കഴിഞ്ഞേ വരികയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ കണ്ണനും മാമിയും മാത്രമേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ കണ്ണൻ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ദാമു മാമൻ 1 മാസത്തെ തീർത്ഥാടനം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത്. ദാമു വീട്ടിൽ വന്നാൽ മിക്ക സമയം പൂജാമുറിയിൽ തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം പുറത്തിറങ്ങും. അന്ന് പതിവ് പോലെ കോളേജിൽ നിന്ന് കണ്ണൻ വന്നപ്പോൾ ദാമു പൂജാമുറിയിൽ തന്നെയുണ്ട്. മാമി അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. സാധാരണ പോലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവൻ തന്റെ മുറിയിലേക്ക് പോയി. ഉറങ്ങുന്നതിന് മുൻപ് പതിവ് പോലെ അല്പസമയം തന്റെ സ്വപ്ന റാണിമാരെ ഓർത്ത് കിടന്നപ്പോഴാണ് പെട്ടെന്നൊരു നിലവിളി കേട്ടത്. പിന്നെ ഡാ മോനെ കണ്ണ എന്ന് മാമിയുടെ വിളിയിൽ. ശബ്ദം കേട്ടപ്പോൾ തന്നെ വാതിൽ തുറന്ന് താഴേക്കൂടി അവൻ കണ്ടത് മുട്ടുവരെ ഇറക്കമുള്ള ഒരു നൈറ്റ് ഇട്ടുകൊണ്ട് ബെഡ്റൂമിൽ നിന്ന് ഓടി വരുന്ന മാമിയായിരുന്നു. ഒരു നിമിഷം കണ്ണൻ തന്റെ മാമിയെ ഇമവെട്ടാതെ നോക്കി നിന്നു. മുട്ടിന് താഴെ നല്ല വെളുത്തു കൊഴുത്ത ആ കണങ്കാലുകൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ അവനാകെ തരിച്ചു കയറി. അവൻ അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് കാര്യമെന്താണെന്ന് മാമിയോട് ആരാഞ്ഞു. എന്താ മാമി, എന്തു പറ്റി? മീര ആകെ പേടിച്ചു വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ആ അവിടെ കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവിടെ എന്താ മാമി? അവൻ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു. ദാമുമാമൻ ഒന്നും മിണ്ടുന്നില്ല. വളരെ ആയാസപ്പെട്ട് കിതപ്പടക്കിക്കൊണ്ട് തന്റെ ബെഡ്റൂമിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മീര പറഞ്ഞു. ദാമുമാമനോ? മാമിയുടെ ബെഡ്റൂമിലോ? അവൻ ആകാംക്ഷയോടെ മാമിയോട് ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി വിറച്ചത് അവൻ ശ്രദ്ധിച്ചു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കണ്ണൻ മാമയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മീരയുടെ കട്ടിലിൽ കണ്ണ് രണ്ടും മിഴിച്ച് ദാമുമാമൻ മലർന്നു കിടക്കുന്നു. മാമന്റെ മുകളിൽ പുതപ്പുണ്ടായിരുന്നു. അവൻ അടുത്ത് ചെന്ന് തട്ടി വിളിച്ചു. ആളിനനക്കമില്ല. മൂക്കിന് താഴെ വിരൽ വെച്ച് നോക്കിയപ്പോൾ ശ്വാസവുമില്ല. അവൻ ഞെട്ടിത്തരിച്ച് മാമിയെ നോക്കി. എന്താടാ, എന്തു പറ്റി? പേടിച്ച് മാമി അവനോട് ചോദിച്ചു. ദാമുമാമൻ പോയി, അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം മീര ഞെട്ടിപ്പോയി. പെട്ടെന്ന് വാപൊത്തി കരയാൻ തുടങ്ങി. മാമി ഇങ്ങനെ നിലവിളിക്കല്ലേ, കണ്ണൻ അവളോട് പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്, അപ്പുറത്തെ രാജുവിനെ വിളിച്ചോണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോയി നോക്കാം. കരച്ചിലൽപ്പം ഒതുക്കിക്കൊണ്ട് മീര അവനോട് പതുക്കെ പറഞ്ഞു. അതൊക്കെ വിളിക്കാം, ആദ്യം മാമി അതൊക്കെ എടുത്ത് മാറ്റാൻ നോക്ക്. കണ്ണൻ ചൂണ്ടിക്കാണിച്ച സാധനങ്ങൾ കണ്ടപ്പോൾ മീര വല്ലാതെയായി. ദാമുവും താനും ഉല്ലസിച്ചുകൊണ്ടിരുന്നപ്പോൾ അഴിച്ചെറിഞ്ഞ അടിവസ്ത്രങ്ങളായിരുന്നു കണ്ണൻ അവൾക്ക് കാണിച്ചു കൊടുത്തത്. മോനെ, അത് തന്റെ ഞെട്ടൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് മാമി അവനോട് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം മാമന്റെ ഉടുപ്പിങ്ങെടുക്ക്. ആദ്യം അത് ഇട്ടു കൊടുക്കാം. മീര അവൻ പറയുന്നത് കേട്ടു. അവനും മാമയും കൂടി ചേർന്ന് ദാമുവിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ദാമുമാമന്റെ സ്വകാര്യ ഭാഗത്ത് പറ്റിപ്പിടിച്ച ആ മെഴുമെഴുക്ക് അവൻ ശ്രദ്ധിച്ചു. അവന്റെ നോട്ടം കണ്ടപ്പോൾ മീരയും അങ്ങോട്ട് നോക്കി. അവനത് ബെഡ്ഷീറ്റ് എടുത്ത് തുടച്ചു മാറ്റി. പിന്നെ കണ്ണൻ മാമയുടെ മുഖത്തേക്ക് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ അല്പനേരം ഉടക്കി നിന്നു. ശേഷം ഡ്രസ്സ് ധരിപ്പിച്ച ദാമുവിനെ രണ്ടുപേരും കൂടി അയാളുടെ ബെഡ്റൂമിൽ കൊണ്ടു കിടത്തി. ഞാൻ പോയി രാജുണ്ണനെ വിളിച്ചുകൊണ്ട് വരാം.
മാമി ഊരി എറിഞ്ഞതെല്ലാം എടുത്തിട്ട് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ വല്ലാത്ത ജാള്യതയോടെ ഒന്നും മിണ്ടാതെ മീര തന്റെ റൂമിലേക്ക് പോയി. അവൻ അടുത്ത വീട്ടിൽ രാജുവിനെ വിളിച്ചു. ദാമുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അറ്റാക്കായിരുന്നു. മാധവൻ പോയിട്ട് 2 മാസമേ ആയുള്ളൂ. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ദഹനം കഴിയും വരെ വീട്ടിൽ ആളും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തരായി പിരിഞ്ഞുകൊണ്ടിരുന്നു. ആ സംഭവത്തിന് ശേഷം മാമിക്ക് അവനെ ഫേസ് ചെയ്യാൻ വല്ലാതെ മടിയായി. അവനത് കാര്യമാക്കിയില്ല. അവൻ പതിവ് പോലെ രാത്രിയിൽ തന്റെ സ്വപ്നറാണിമാരെയൊക്കെ ഓർത്തപ്പോൾ അന്ന് ആദ്യമായി അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത് മുട്ടോളൻ നൈറ്റിയും ഇട്ടുകൊണ്ട് ഓടി വന്ന തന്റെ മാമിയായിരുന്നു. മാമിയുടെ ആ മുഖം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അവൻ മാമി കാണാതെ അവൻ മാമിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതുവരെ തോന്നാത്ത ഒരു ആകർഷണം അവന് മാമിയോട് തോന്നിത്തുടങ്ങി. തന്റെ മാമി ഒരു അടിപൊളി പീസാണെന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. മാമി എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണമെന്ന ചിന്ത അവനിൽ ഉടലെടുത്തു. രണ്ടുപേരുടെ ഇടയിൽ വല്ലാത്തൊരു അകൽച്ച വളർന്നപ്പോൾ തന്നെ വളരെ അസ്വസ്ഥമായിരുന്നു മീര. ഒരു ദിവസം മീര അവനോട് സംസാരിക്കാൻ തുടക്കമിട്ടു. മോനെ കണ്ണ, നിനക്ക് എന്നോട് ദേഷ്യമാണോ? മീര ചോദിച്ചു. എന്തിന്? അവൻ ആകാംക്ഷയോടെ മാമിയോട് തിരിച്ചു ചോദിച്ചു. അന്ന് സംഭവിച്ച കാര്യത്തിന് മീര തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്ത് കാര്യം? അവൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നിനക്കെല്ലാം മനസ്സിലായെന്ന് എനിക്കറിയാം. നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മാമി അങ്ങനെ മോശപ്പെട്ടവളൊന്നും അല്ല മോനെ. എന്റെ സാഹചര്യമാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. മാമിയും ഒരു സ്ത്രീയല്ലേ? എനിക്കും ഇല്ലേടാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. നീ എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. മീര വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല, കണ്ണൻ പറഞ്ഞു. കള്ളം പറയരുത്. ഇത്രയും ദിവസം നീ കാണിച്ച അകൽച്ച പോലും അതായിരുന്നില്ലേ? എന്നോട് ക്ഷമിക്കുമോനെ. മീര അവന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. ഞാനാണോ ക്ഷമിക്കേണ്ടത്? നമ്മൾക്ക് വേണ്ടി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മാമനില്ലേ? മാമൻ ഇതറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കത്തില്ലേ മാമി? അവൻ പറഞ്ഞു. നീ മാമനോട് ഇക്കാര്യം പറയരുത്. മീര വല്ലാത്ത ദയനീയാവസ്ഥയിൽ അവനെ നോക്കി പറഞ്ഞു. ആലോചിക്കാം. ഒരു കൂസലും ഇല്ലാതെ അവൻ പറഞ്ഞു. എന്റെ ജീവിതം കളയരുന്നു മോനെ. എന്നോട് ക്ഷമിക്കടാ. അതും പറഞ്ഞ് മാമി പൊട്ടിക്കരയാൻ തുടങ്ങി. കരയണ്ട, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. മാമിക്ക് അവൻ വാക്കു കൊടുത്തു. കരഞ്ഞുകൊണ്ട് മാമി എഴുന്നേറ്റപ്പോൾ ആ മാർവിടവ് അവനെ കമ്പിയാക്കി. അവന് പിന്നീടൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൻ അതിൽ രണ്ടിലും കയറി പിടുത്തമിട്ടു. അത്രയ്ക്ക് ഇങ്ങ് കൊണ്ടു നിന്നേതവന്. ഇപ്പോൾ അവന്റെ ഏക സ്വപ്നറാണി മാമി മാത്രമായിരുന്നു. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും മാമിയുടെ രൂപമായിരുന്നു അവന്റെ മനസ്സിൽ. ഇനിയും അവന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവന്റെ ആ പ്രവൃത്തിയിൽ മാമി പെട്ടെന്ന് അന്താളിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ വികാരം കത്തി നിൽക്കുന്നത് അവർ കണ്ടു. അവന്റെ മൃദുവായ തലോടൽ അവളെ മറ്റൊരു ലോകത്തേക്ക് ആനയിച്ചുകൊണ്ടിരുന്നു. അവളിൽ പതിയെ കാമത്തിന്റെ പത നുരഞ്ഞു തുടങ്ങിയിരുന്നു. അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്നു. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചിന്ത പോലും അപ്പോൾ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം അവന്റെ കൈകൾ മാമിയുടെ ശരീരത്ത് ഓരോ വിക്രിയകൾ കാട്ടിക്കൊണ്ടിരുന്നു. അവന്റെ ആവേശവും കരുത്തും അറിഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഇവൻ ഇത്രയും കരുത്തുണ്ടോ? അവൾ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണൻ അവളെ സുഖത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു.